പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, ഇതിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്ര മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പാടില്ലാതെ മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുക. ആമേൻ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ സ്വർഗസ്ഥനായ പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് ചങ്കക്കൊണ്ട് പ്രാർത്ഥിക്കണം. കാര്യം പ്രാർത്ഥന ലക്ഷ്യവും ഉദ്ദേശവും ഒക്കെ അതിലുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ലക്ഷ്യം പ്രാർത്ഥനയ്ക്കില്ല. അന്നു വേണ്ട ആഹാരവും അതിൻ്റെ അകത്തുണ്ട്, എല്ലാ കാര്യവും അതിൻ്റെ അകത്തുണ്ട്. എവറിത്തിങ് ഇസ് ദെയർ. അപ്പം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ പ്രാർത്ഥന പോലും ഒരു പുതിയ സ്നേഹം ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ വൈഫ് വഴക്കിട്ട് പോയി, എന്നിട്ടും നീ ദൈവത്തോട് വഴക്കിടാതെ, അല്ലെങ്കിൽ തന്നെ നീ എപ്പോഴും നായ്ക്ക് 100 വട്ടം അവൾ പോയി ഈശോ അവളെ കൊണ്ടുവരണേ, കുഞ്ഞുങ്ങളെ കൊണ്ടുവരണേ, അല്ലെങ്കിൽ അവൻ പോയി ഇട്ടച്ചും പോയി അവൻ വിളിക്കണില്ല. നീ രാവിലെ ഭർത്താവ് നിന്നെ വിളിക്കണം. ഇന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട് 3 കൊല്ലമായെന്നും പറഞ്ഞ് ചേടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇവർ ഈ 3 കൊല്ലമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല കർത്താവേ, എൻ്റെ മകൻ എന്നെ വിളിക്കണില്ല എന്ന് കർത്താവ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മകൻ കർത്താവായി മാറും. എന്താ കാര്യം?
നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അതാണ് നമ്മുടെ ദൈവം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ടൈമിൽ നമ്മൾക്കൊരു വിഷയം പറഞ്ഞു, നമ്മുടെ അത്യാവശ്യമായ ഒരു വിഷയമാണ്, നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അത് ദൈവമായി മാറും. നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു അത് ആ വ്യക്തിയാണ് നമ്മുടെ ദൈവം, അല്ലെങ്കിൽ ആ വിഷയമാണ് നമ്മുടെ ദൈവം. അപ്പം അതുകൊണ്ട് അത് ദൈവത്തിന് വിടുക. യാചന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ സ്നേഹമുള്ളവരാണെങ്കിൽ അത് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൽ വിശ്വാസമോ ദൈവത്തിൻ്റെ പരിപാലനയിൽ അത്ര കണ്ട് വലിയ ബോധ്യമോ ഇല്ലാത്ത ആൾക്കാരാണ് പറഞ്ഞാൽ തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവിനെ ഞാൻ നിലത്ത് നിർത്താതെ വിളിച്ചെന്നുള്ളതെന്നല്ലേ പറഞ്ഞു. കർത്താവിനെ ഇന്നൊരു അമ്മച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവർ ഉച്ച തൊട്ട് എവിടെയെല്ലാം കൃപാസനത്തിൻ്റെ ഏതെല്ലാം സ്ഥലത്ത് അവർ നിൽക്കുന്നുണ്ട് അവിടെയെല്ലാം അവർ സ്വരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അവർ കറങ്ങിയത് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ എന്താ അവിടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകനൊരു പോലീസാണ്. ആ പോലീസ് വേറെ ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൈമുറിച്ച ഒരാളെ ഇയാളുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചു. പക്ഷെ ഇയാൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൻ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാര്യം ബാത്റൂമിൽ പോയ സമയത്ത് ആത്മഹത്യ ചെയ്തെന്ന് അത് അപ്പം അമ്മയുടെ വിഷയം എന്ന് കഴിഞ്ഞാൽ മകനെ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് സങ്കടം അമ്മയുടെ. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞ തന്നെ എൻ്റെ അവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഉച്ച തൊട്ട് വൈകുന്നേരം 4 മണി വരെ ഇവരിതും പറഞ്ഞുകൊണ്ട് തന്നെ നിലവിളിച്ചു വേണ്ടി. അപ്പം നിങ്ങൾ എന്നോട് പറയും പിന്നെ അച്ഛനറിയാൻ പാടില്ല, അമ്മമാരുടെ മക്കൾക്ക് ജോലി പോയ അമ്മമാരുടെ അവസ്ഥ അച്ഛനെ അറിയത്തില്ല. ഞാൻ ഇങ്ങനെ ഇത്തരം അമ്മമാരെ നിങ്ങൾക്ക് അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ഏതൊരു അമ്മമാരുണ്ട്. ചാർലി കിറുക്കനെ വെടിവെച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ ഭാര്യ എന്താ പറഞ്ഞെന്നറിയാമോ? അവൻ കർത്താവിനെ പ്രഘോഷിച്ചു, അവൻ തൻ്റെ വിളിച്ചവൻ്റെ അടുത്തേക്ക് പോയി. മരിച്ചിട്ട് പോലും അങ്ങനെ പറയുന്ന ആൾക്കാരായി ലോകത്തുള്ളത്. അപ്പോഴാണ് സസ്പെൻഷനാണെന്നും പറഞ്ഞ് ലോകം മുഴുവൻ മോങ്ങിക്കൊണ്ട് നടക്കണവരെ എന്ത് വില ഉണ്ടാവും? നമുക്കൊരു ക്രൈസിസ് വരുന്ന സമയത്താണ് ദൈവത്തിന് നമ്മൾ പിടി കൊടുക്കേണ്ടത്. കർത്താവേ ഇതാണ് ഞാൻ, കർത്താവേ ഇതാണ് ഞാൻ എന്ന് പറയണത്. ബൈബിളിൽ ഏറ്റവും നല്ലൊരു എന്താണ് ഒരു വിളിയാണ്. എന്താണ് ഇപ്പോൾ സാമുവൽ എന്ന് വിളിക്കുമ്പോഴും ഒരു പ്രത്യുത്തരമാണ്. എന്താണ്? കർത്താവേ ഇതാണ് ഞാൻ. ഓരോ പ്രഭാതത്തിലും നിൻ്റെ സ്നേഹം പുതിയെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മിണ്ടത്തില്ല. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വരുമ്പോഴേ അപ്പായെടുത്ത് അമ്മ പറയാതെ പറയുന്നൊരു സുവിശേഷമുണ്ട്. എന്താണ്? അപ്പ ഇതാണ് ഞാൻ, ഇതാണ് നിൻ്റെ മകൾ മറിയാം, ഇതാണ് ഞാൻ. അതൊരു പുതിയ സ്നേഹമാണ്. പപ്പയ്ക്ക് മനസ്സിലാകും എന്തെല്ലാം ഭാരം കൊടുത്താലും എൻ്റെ മകൾ സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്ന്. ഫോർ വാട്ട് വി ഹാവ് കോൾഡ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹത്തിൻ്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ. 3:22-23 കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത ഒരിക്കലും അസ്തമിക്കുന്നില്ലെന്നാണ് വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി
മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കാരണം അധ്വാനിച്ചില്ലേ രാത്രി അല്ലേ? ഇപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിച്ചതിന് ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ. അവിടെ മെറിറ്റിൽ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഈശോ പറയും, ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും. വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങൾ വലതുവശത്തേക്ക് മാറുകയാണ്. എങ്ങനെയാണ്? വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം, നമ്മൾ വലതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എബ്രാഹത്തിനോട് പറയും, നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കുറ്റമറ്റവനായിരിക്കണം. അതായത് ഈ വലതുവശമാണ്. ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വലതുവശവും ഇടതുവശവും അവിടുത്തെ പ്രശ്നം എന്താണ്? കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധീകരണ നടപടികളൊക്കെ ചെയ്യണത്. ഞാൻ പറഞ്ഞു 2 ആഴ്ച കൂടുമ്പോൾ, കത്തോലിക്കരാണെങ്കിൽ നിങ്ങളെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ദൈവത്തിന് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഈ ഡാളിച്ചയുടെ വിഷയം കണ്ടില്ലേ, നമുക്ക് തലമരവിച്ച് ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലം കന്യാധീനപ്പെട്ടപ്പോൾ പുരയിടം 5 പുരയിടങ്ങളാണ്. അതിൽ 3 തിരിച്ചു പിടിച്ചു 3 മാസത്തിനുള്ളിൽ. ഉടമ്പടിയുടെ 3 മാസം ആയുള്ളൂ. അപ്പോൾ അതിനെ 3 തിരിച്ചു പിടിച്ച് എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേ എന്താ സംഭവിച്ചത്? അവരുടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും. അതാണ് നമ്മൾ 16:26 വായിച്ചത്. കല്ല് പോലത്തെ ഹൃദയം മാറ്റിയിട്ട് ശിലാതുല്യമായ ഹൃദയം മാറ്റിയിട്ട് മാംസള വായിച്ചവനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 36:26. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതായത് നമ്മൾ ആരാണ് നമുക്ക് അഡമൻ്റായിട്ട് നിൽക്കണത്, ആ ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഇപ്പോൾ ഡോണ എന്ന് പറഞ്ഞ് കടത്തുരുത്തിലൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവൾ അവർ അയർലൻഡ് പ്രോസസ്സിലിരിക്കുകയും പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി. പാസ്പോർട്ടിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി. അപ്പോൾ ഉടനെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് പോകാനാണെങ്കിൽ സമയം വളരെ ചുരുക്കേ ഉള്ളൂ. അതിനുകൊണ്ട് പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ ഇവൾ ആപ്പടെ വിറച്ചു പോയി. രാത്രി 10 മണിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ചു പോയി. കാര്യം ഈ പാസ്പോർട്ട് എടുത്താൽ 1 മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്കൊന്നുമില്ല, അവന്മാർക്ക് തോന്നിയതാണെന്ന് പറയും. എംബസി ഇരിക്കുന്നവന്മാർക്ക് തോന്നിയതാണ്, ഇതിൽ മിസ്റ്റേക്കൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ കൺഫ്യൂഷനാകും. എന്താ കാര്യം? അവർ സമ്മതിക്കുക, അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാരിവിടെ നിന്ന് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇവളുടെ ജീവിതം കട്ടപ്പുക. അപ്പോൾ പ്രശ്നമായി. ഇവർക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്ന് ചെറുതായിട്ടും തൊണ്ടിച്ചും പറഞ്ഞ് നേരെ മോളിക്കരി പോകാൻ പറഞ്ഞു. അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണമേ. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇവളുടെ കൂടെ ആരുമില്ല, അവൾക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിൽ ഓഫീസ് ഹയർ ഓഫീസ് തന്നെ പോയി കാണണമെന്ന്. അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്ത് കൊണ്ടല്ല.
ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമാവില്ല. പിന്നെ ഈ പാസ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല, എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും, ആകെപ്പാടെ കുഴപ്പത്തിലാവും. പക്ഷെ പരിശുദ്ധാത്മാവ് തോണ്ടും. എന്നുവെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും, അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട്, ഞാനത് പറയണില്ല, അത് ശരിയല്ലേ, ഇത് ഓൺലൈൻ ലൈവ് പോവുകയല്ലേ. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവൾ പറയുന്നുണ്ട്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ്. അതാണ് സംഭവം. ആ സാറിനെ കുറിച്ച് പറഞ്ഞവർ ചോദിച്ചോടൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൊല്ലം കിട്ടത്തില്ലെന്ന് പറയും. എങ്കിലും അതാണ് വെച്ച് താമസിപ്പിക്കുന്ന ആളാണ്. അതാണ് ശിരാതുല്യമായ ഹൃദയം എന്ന് പറയുന്നത് ഇല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് ഇവളെ കയറിച്ചെല്ലുന്ന സമയത്ത് കർത്താവ് അത് മാംസളമായ ഹൃദയമൊക്കെ മാറ്റും. പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്ന ഇപ്പം എന്ന് പറഞ്ഞില്ലേ, ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ. അതെന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മായി ഇപ്പം പറഞ്ഞ വചനമാണത്. പരിശുദ്ധാത്മായി ഇപ്പോൾ പറയാം. എബ്രായർ 13:8 ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത്. ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെറിറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത്. മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ്, നിങ്ങൾ അത് പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം. ദൈവിക നടപടി. ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ തലേ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹോളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിൻ്റെ തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതലാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ മീനും പിടിച്ചുകൊണ്ട് വരത്തില്ലേ, കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിർത്തി മീനും പിടിച്ചുകൊണ്ടാണ് വരണത് ഇല്ലേ. പക്ഷെ അങ്ങനെ വള്ളം നിർത്തി മീനും പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടയിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം കണ്ടില്ലേ. ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷെ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാച്ച് മീ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്കവിടെ ആളുണ്ട്, ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയണതാണ് നമ്മൾ. ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്.
പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവെ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. And we will be a different people. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്ന ടേക്ക് ലെസൺ, ടേക്ക് ദ വേഴ്സിക്കൽ. അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ we will be a different people. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്? ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും ദൈവത്തിൻ്റെ മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ. യു ആർ ഡിഫറെൻറ്റ് മാൻ. യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന്. കല്യാണം മനോഹരമായി നടന്നു. 1100 പേരുടെ സദ്യ നടത്തി. അവരെല്ലാം ഭക്ഷിച്ച് തൃപ്തരാകുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ യോഹന്നാൻ്റെ സുവിശേഷം 2:5 അധ്യായം ഞാൻ ദിവസവും രാത്രി 2 മണിയാവുമ്പോൾ വായിച്ചുകൊണ്ടിരുന്നു. ആ വായിച്ചു തീർന്ന മുമ്പേ കല്യാണം മനോഹരമായി നടക്കുകയും മനോഹരമായി നടന്നു. പിന്നെ അത് കഴിഞ്ഞ് 3 ചെമ്പ് നിറയെ ഭക്ഷണങ്ങളെല്ലാം ബാക്കി വരികയും ചെയ്തിരുന്നു. എല്ലാ ഭക്ഷണങ്ങളും അയലക്കത്തെ എല്ലാ മനുഷ്യരോടും പറഞ്ഞ് ഒന്നും തന്നെ വേസ്റ്റാവാതെ കൊടുക്കാനും എനിക്ക് സാധിച്ചു. പിന്നെ എൻ്റെ മകൻ്റെ വിവാഹം, അത് മകന് പൊക്കം കുറവാന്ന് പറഞ്ഞിട്ട് എപ്പോഴും തള്ളുകയായിരുന്നു. ഇവന് വിദ്യാഭ്യാസം കുറവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മകൻ്റെ വിവാഹവും മാറിപ്പോവുകയായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ മകൻ്റെ വിവാഹത്തെക്കുറിച്ച് മാതാവിൻ്റെ പെട്ടിയിൽ എഴുതിയിട്ടുകൊണ്ട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇവിടെ വരുമ്പോഴേക്കും എൻ്റെ മകൻ്റെ വിവാഹം നടക്കാൻ സഹായിക്കണേ അമ്മയെന്നും പറഞ്ഞ് ആ നടയിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു 3 മാസത്തെ പത്രം മേടിച്ച് ഞാൻ കൊണ്ടുപോയി. എന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ എല്ലാവരോടും, ബസ്സിൽ കയറിയവരോടും പരിചയമുള്ളവരോടും എല്ലാവർക്കും ഞാനിത് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേച്ചി ഇതെല്ലാം ഫലിക്കുമോ? ഞാൻ പറഞ്ഞു, മാതാവല്ലേ കൂടെ ഉള്ളത്, ഫലിക്കാതെ എവിടെയാണ് പോകുന്നത്? എൻ്റെ മാതാവ് ഇത്ര വലിയ അത്ഭുതങ്ങൾ എന്നിൽ പ്രവർത്തിച്ചു തന്നതാണ്. ആ മാതാവിന് നിങ്ങൾക്കും ഇത് സാധിച്ചു തരാതിരിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് സാധിച്ചു തരുമെന്ന ഉറച്ച വിശ്വാസം തന്നെ എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ലാബ് ടെക്നീഷ്യൻ പാസ്സായി 2 വർഷത്തെ ജോലിക്ക് പോകുന്ന മകളെ മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. വിവാഹം അടുത്ത 6 മാസത്തിനുള്ളിൽ നടക്കാമെന്ന് എല്ലാം തീരുമാനിച്ചു വച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തതായിട്ട് വീട്ടിൽ ഒരു പശു ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. പനമറിഞ്ഞ് ഞാനും പശുവും അടിയിൽപ്പെട്ടുപോയിരുന്നു. അത് ആ കിടാവിന് എന്നെ തട്ടി അങ്ങ് മാറ്റിയിടുകയായിരുന്നു. പനയുടെ തണ്ട് കൊണ്ട് തട്ടി വീണ് ഞാനങ്ങ് മറിഞ്ഞുപോയി. പശു അതിൻ്റെ അടിയിൽ പോയി. ആരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നില്ല. അയലക്കത്തുള്ള ആൾക്കാരെല്ലാവരും, അടുത്തുള്ള ഷാപ്പിലുള്ളവരും ഈ ശബ്ദം കേട്ട് ഓടി വന്നു. പക്ഷേ പശുവിൻ്റെ നടുവിനടിച്ചിട്ട് പശുവിനെ എണിക്കാൻ പാടില്ലാതെ അതിനകത്ത് കിടന്നു. ഞാൻ ഇപ്പുറത്തേക്ക് കിടന്നു. പക്ഷേ ആ കിടാവ് എന്നെ പ്രസവിക്കാറായി പശുവായിരുന്നു. കിടാവ് എഴുന്നേക്കില്ലായിരുന്നു. ആ അവസ്ഥയിലായിരുന്നപ്പോൾ ഞാൻ ഈ ഉപ്പും വെളിച്ചെണ്ണയും മാതാവിൻ്റെ കൊണ്ടുപോയി വിശ്വാസപ്രമാണം ചൊല്ലി കിടാവിൻ്റെ മേത്തെല്ലാം പുരട്ടിയിട്ട് പറഞ്ഞു, മാതാവേ, എന്നെ എണിപ്പിച്ച മാതാവിന് ഈ കുഞ്ഞു മാലാക്കിടാവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് യേശുവിനും മാതാവിനും 1000 നന്ദി ഞാൻ നൽകുന്നു. ഈശോയെ. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ജിയ. ഞാൻ എറണാകുളം ജില്ലയിൽ കാലടി എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു.
ഞാൻ 2023 ജാനുവരി മാസം 10-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന കാരണം എൻ്റെ മകന് വേണ്ടിയായിരുന്നു. മകൻ 2022 +2 പാസ്സായതാണ്. അതിനുശേഷം അവന് വലിയൊരു ആഗ്രഹമായിരുന്നു കാനഡയിൽ പോയി നഴ്സിംഗ് പഠിക്കണമെന്ന്. അതിനോടനുബന്ധിച്ച് അവൻ IELTS എക്സാമിന് ഒരുങ്ങി. ഉടമ്പടി എടുക്കുന്നതിന് 2 പ്രാവശ്യം മുൻപ് അവൻ IELTS എക്സാം എഴുതി, പക്ഷേ പാസ്സായില്ലായിരുന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ട് അച്ഛൻ തൈലം പുരട്ടി കാശ് രൂപമൊക്കെ കൊടുത്ത് വിട്ട് പ്രാർത്ഥിച്ച് പരീക്ഷയ്ക്ക് പോയി. പക്ഷേ പരീക്ഷ കഴിഞ്ഞ് വന്ന് വളരെ എളുപ്പമായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ഒരു മോഡ്യൂളിന് പോയി. അങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്താണ് 4ാമതും ഒരു എക്സാമിന് വേണ്ടി ഒരുങ്ങിയത്. അതിനുശേഷം ഞാൻ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞിട്ട് പോയി, അടുത്ത പ്രാവശ്യം എൻ്റെ മകൻ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഈ അൾത്താരയിൽ വന്ന് മകനെയും കൂട്ടിയിട്ട് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. അതിൻ്റെ ഫലമായി 4ാമത്തെ എക്സാമിനും ഒരുങ്ങി. എക്സാം റിസൾട്ട് വന്നു, 4ാമത്തേന് പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അതിനുശേഷം ഞാൻ ഏജൻസിയെ സമീപിച്ചു. എല്ലാ ഏജൻസിക്കാരോടും വിളിച്ചു ചോദിക്കുമ്പോൾ